ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. അപ്പൊ ഞാനിപ്പോ ഈ ഒരു വീഡിയോ ഇട്ട് വരാൻ കാരണം, അതായത് രേണുസുധിക്ക് ക്യാൻസർ ആണെന്ന് എല്ലാവർക്കും അറിയാമല്ല. അപ്പോ അതുപോലെ തന്നെ രേണുസുധിയുടെ അച്ഛൻ ഇപ്പോ കുറച്ച് വോയിസ് അയച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫാദർ നോബിൾ ഫിലിപ്പ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് സജീനയ്ക്ക് അയച്ചു കൊടുത്ത വോയിസ് ആണ്. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ കുറച്ചൊന്ന് കേൾക്കാമല്ല. അപ്പോൾ ആർക്കും ആരുടെ അടുത്തും ഒരു പരിഭവമില്ല. ആ രേണുവിന്റെ അസുഖം മാറാൻ എല്ലാവരും പ്രാർത്ഥിക്കണമെന്നാണ് ആ രണ്ടുപേരും ഇതിനകത്ത് പറയുന്നത്. നമുക്കതൊന്ന് കേൾക്കാം. ആദ്യം തങ്കച്ചി ചേട്ടൻ തന്നെ പറയട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ രേണുസുധിയുടെ അച്ഛനാണ്. ഓക്കെ, ഞാനിപ്പോൾ ഇത് സംസാരിക്കാനുള്ള കാര്യം എന്താന്ന് ചോദിച്ചാല്, കുറെ നാളുകളായിട്ട് ഞാനിപ്പോ പറയാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ചെയ്തതിനെതിരെ ഞങ്ങളുടെ കുടുംബക്കാരും ഞങ്ങൾക്കെതിരെയും ബ്ലോഗർമാരിലൂടെ ഒരുപാട് പ്രകൃതിപരമായ കാര്യങ്ങൾ കേൾക്കുകയും അറിയുകയും ചെയ്തിട്ടുള്ളതാണ്. അതിനൊന്നും ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ആരോടും എതിർപ്പോ കണക്കോ ഞങ്ങൾക്കൊന്നുമില്ല. എന്ത് ഞങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ദൈവം സത്യം ഉള്ള ദൈവം അത് എന്തെങ്കിലാണ് സത്യത്തിനൊപ്പം നിൽക്കുകയുള്ളൂ. അത് ഞങ്ങൾ വിശ്വസിക്കുന്ന മനുഷ്യരാണ്. അപ്പോൾ ഇത് ഞാൻ പറയുന്നതിന്റെ കാര്യം മറ്റൊന്നുമല്ല. അന്ന് പല ദിവസങ്ങളിൽ ഈ നമ്മുടെ ബിഷപ്പ്, അതായത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വീട് വയ്ക്കാനായിട്ട് സ്ഥലങ്ങളായ ബിഷപ്പ് ജോൾ ഫിലിപ്പ് അമ്പലവേൽ എന്ന് പറഞ്ഞ ആ ബിഷപ്പ് രേണുവിനെതിരെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്ന ബ്ലോഗേഴ്സ് വീണ്ടും ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ മൊത്തത്തിലുള്ള വീട്ടിലെ രേണു, എന്റെ മൂത്ത മകളും, ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ കുടുംബക്കാർ എന്ത് തന്നെ നിങ്ങൾ ഇനി സോഷ്യൽ മീഡിയ വഴി അവതരിപ്പിച്ചാലും, അതായത് ബിഷപ്പിനെതിരെ കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിച്ചാലും തെളിവുകൾ നിരത്തി എന്തൊക്കെ നിങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത് ഗൗനിക്കുകയോ ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയോ ഒരു നോട്ടത്തിലോ ചിന്തയിലോ ഭാവത്തിലോ പോലും ഞങ്ങൾ അതിനെ ഏറ്റെടുക്കുകയോ ചെയ്യത്തില്ല. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞത് എന്തെങ്കിലും പറഞ്ഞെങ്കിൽ അത് സോഷ്യൽ മീഡിയ വഴിയാണ് പറഞ്ഞത്. ഞങ്ങൾ ഇത്ര അടുത്ത് ഏകദേശം ഒരു 100 മീറ്റർ പോലും ഇല്ല ഞങ്ങളുടെ താമസിക്കുന്ന വീടുകളിൽ. ഇത്രയും നാളുകൾ പോലും ഞങ്ങൾ മുഖത്ത് നോക്കി അങ്ങോട്ടോ ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞില്ല, രേണുവും പറഞ്ഞിട്ടില്ല, അദ്ദേഹം ഞങ്ങളെയും പറഞ്ഞിട്ടില്ല. അത് സോഷ്യൽ മീഡിയ വഴി വന്ന് അത് അതുപോലെ ഞങ്ങൾ പോവുകയും ചെയ്തു. ഇപ്പോൾ ഏഴ് സുഖമില്ലായിരിക്കുന്ന അവസരത്തിൽ ഞങ്ങൾക്ക് ആരോടും ഒരു പ്രതികാരമില്ല. നിങ്ങൾ എന്ത് തന്നെ ചെയ്ത് നിങ്ങൾ വീഡിയോ ഇട്ട് കാശുണ്ടാക്കിയെന്ന് പറഞ്ഞാല് ഞങ്ങൾ ഈ രേണുവിന്റെ കുടുംബത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അതൊന്നുമല്ല. ഞങ്ങൾക്ക് എങ്ങനെയും അവള് ആ രോഗത്തിൽ നിന്ന് മുക്തയായി വരണം. അതിന് അനേകരുടെ പ്രാർത്ഥന ഞങ്ങൾ ചോദിക്കുന്നത്. ആ കൂടെ തിരുമേനിയുടെ പ്രാർത്ഥന, ഈ ബിഷപ്പിന്റെ പ്രാർത്ഥന ഏറ്റവും അത്യാവശ്യം. ഞങ്ങൾ തൊട്ടടുത്തായിട്ട് ഞങ്ങൾ പറയുമ്പോഴൊക്കെ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് അത് മതി, മറ്റൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, ഒന്നുമില്ല. കുഞ്ഞിന്റെ മടങ്ങ് വരുന്നതിന് വേണ്ടി നിങ്ങളും ഞങ്ങൾക്ക് എതിരായിട്ട് വീഡിയോ ചെയ്യുന്നവരും കൂടെ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് മാത്രം ഒറ്റ അപേക്ഷ എനിക്കുള്ളൂ. അല്ല ഞങ്ങൾക്ക് ആരോടും ഒരു പ്രത്യേകിച്ച് ബിഷപ്പിനോട് ഞങ്ങൾക്ക് ഒരു പിണക്കമില്ല. അന്ന് അത് പറഞ്ഞെന്നും പറഞ്ഞു. സോഷ്യൽ മീഡിയ വഴി വരുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ പറയാത്ത കാര്യം എന്റെ ഫോട്ടോ ഇട്ട് പറയും, അങ്ങനെയുള്ളതാണല്ലോ ഇന്നത്തെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനെ ഞാൻ കുറ്റം പറയാം. നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞ് റീച്ച് ഉണ്ടാക്കും, എന്തെങ്കിലും ചെയ്തു. പക്ഷെ ഞങ്ങൾ ഇനിയെങ്കിലും ഈ കുഞ്ഞ് സുഖമില്ലാതിരിക്കുന്നതിന് അവളെ ഉപദ്രവിക്കാൻ വരാതെ ഞങ്ങൾ ഒന്നിനും വരുന്നില്ല. നിങ്ങൾ ബിഷപ്പിനെയും ഞങ്ങളും തമ്മിൽ ഇനിയും അകറ്റുവാനും അത് ഒക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കിയാലും അത് നടക്കത്തില്ല. എന്റെ ആവശ്യം ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് അദ്ദേഹത്തിന് പ്രാർത്ഥന ഇപ്പോൾ ആവശ്യമാണ്. ഞങ്ങൾ മരണം വരെ ഞങ്ങൾ അങ്ങനെ തന്നെ അത് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളും പ്രാർത്ഥിക്കണമെന്ന് മാത്രം ഈ അവസരത്തെ പറയുന്നു. അപ്പോ പറഞ്ഞു കേട്ടല്ലോ. അതായത് ഇത്രയും നാളും വെച്ച് ആ പാവപ്പെട്ട പെൺകുട്ടിയെ വെച്ച് ഞഞ്ഞ അടിച്ച എല്ലാമാരും ഒരു ആത്മാർത്ഥത, ഒരു ശകലം കാരുണ്യം, തെറി വിളിച്ചവന്മാരും തെറി വിളിച്ചൊക്കെ ഇഷ്ടംപോലെ കാശുണ്ടാക്കിയ വിദ്വാന്മാരുണ്ട്. ഒരല്പം ഒന്ന് കരുണ കാണിച്ച ആ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു അച്ഛൻ പറയുന്നത്. അപ്പൊ ഇനി അച്ഛൻ, നമ്മുടെ നോബിൾ ഫിലിപ്പ് അച്ഛൻ പറയുന്നത് നമുക്ക് കേൾക്കാം. നമസ്കാരം സിസ്റ്റർ സജീന. നമസ്കാരം. ഞാൻ എന്റെ മനസ്സിന്റെ ചില വിഷമങ്ങള് പറയുവാനായിട്ടാണ് ഇപ്പൊ ഞാൻ ഈ വോയിസ് അയക്കുന്നത്. ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാന് ചില നാളുകൾക്ക് മുമ്പ് അനുഭവിച്ച ദുഃഖങ്ങളും പ്രയാസങ്ങളുടെ നടുവില് എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്ന ഒരു വിഭാഗം യൂട്യൂബേഴ്സ് ആയിട്ടുള്ളവരുണ്ട്. ഒരു വിഭാഗം യൂട്യൂബേഴ്സ് ആയിട്ടുള്ളവർ ആ സമയത്ത് ഞാൻ ദുഃഖം അനുഭവിച്ച സന്ദർഭത്തിൽ എന്നെ ബന്ധപ്പെട്ടു. ഞാൻ അവരുമായിട്ട് സഹകരിച്ച് ബന്ധപ്പെട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് അവരുടെ ഫോണുകളിൽ ഞാൻ അയച്ചു കൊടുത്തതായിട്ടുള്ള വോയിസുകള്
പേഴ്സണലി അയച്ചു കൊടുത്തേക്കുന്ന വോയിസ് ആണെന്ന് ഓർത്തോണം. ആ പേഴ്സണലി അയച്ചു കൊടുത്തേക്കുന്ന വോയിസ് അവരിപ്പോഴ് കണ്ടന്റിന് വേണ്ടി എടുത്ത് മറ്റുള്ള വ്ളോഗേഴ്സിന് അയച്ചു കൊടുത്തിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യിപ്പിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ സമയത്ത് 5 മാസങ്ങൾക്ക് മുമ്പ് രേണു സുധി എന്ന് പറയുന്ന പിന്നെ സഹോദരി ബിഗ് ബോസിൽ പോയപ്പോഴും പോകുന്ന സമയത്തും അവിടെ നിൽക്കുമ്പോഴും അവിടുന്ന് വന്നു കഴിഞ്ഞിട്ടും സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾക്ക് രണ്ടു കൂട്ടരും തമ്മിലുണ്ടായ പ്രശ്നങ്ങളെ വലിയ രീതിയിൽ കത്തി പടർന്നു നിൽക്കുന്ന സമയത്ത് ഈ ബ്ലോഗേഴ്സ് ആയിട്ടുള്ള ഈ ചാനൽ നടത്തിക്കൊണ്ടിരുന്ന സഹോദരങ്ങളും എന്നെ കോണ്ടാക്ട് ചെയ്ത സമയത്ത് എന്റെ വോയിസ് എടുത്തിട്ടുണ്ട്. ഞാൻ അവരോട് പേഴ്സണലി ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്, ഗ്രൂപ്പ് കോളുകളിൽ സംസാരിച്ചിട്ടുണ്ട്. ഈ ഏറെക്കുറെ കോളുകളൊക്കെയും ഇവരെന്ത് ചെയ്തു, റെക്കോർഡ് ചെയ്തും ഞാൻ അയച്ചു കൊടുത്ത വോയിസ് ക്ലിപ്പുകളൊക്കെയും ഇവര് അവരുടെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെച്ച ശേഷം ഇപ്പോഴുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ചില ആൾക്കാർക്ക് അയച്ചു കൊടുത്ത ശേഷം എനിക്ക് എഗനസ്റ്റ് ആയിട്ട് ഓരോ ദിവസവും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇതിന് എന്നെ കേൾക്കുന്ന നിങ്ങളുടെ പ്രേക്ഷകരോട് പറയാൻ ഇത്രയേ ഉള്ളൂ, രേണു സുധിയും കുടുംബവുമായിട്ട് എനിക്ക് യാതൊരു വിധമായ പ്രശ്നങ്ങളില്ല. അതെല്ലാം കഴിഞ്ഞു, ആ പ്രശ്നങ്ങൾ തീർന്നു. ഞാനും രേണു സുധിയുടെ ഫാമിലിയും തമ്മിലുള്ള മാനസിക ദുഃഖങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങള് ഒരു വീട് പോലാണ് ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ വീട്ടിലൊരു വിഷമമോ ദുഃഖമോ പ്രയാസമോ വന്നാൽ അവര് അച്ഛനും അമ്മയും, രേണുവിന്റെ അച്ഛനും അമ്മയും സഹോദരിയും എന്നെ വന്ന് കാണും. ഞാൻ അവരെ ഒരു സ്വന്തം കൂടപ്പിറപ്പങ്ങളെ പോലെ തന്നെ കൂടെ ചേർത്ത് നിർത്തി, എല്ലാ വിഷമത്തിലും അവരോടൊപ്പം പ്രാർത്ഥനയ്ക്കായിട്ട് അവരെ ചേർത്ത് നിർത്തി. എന്ത് പ്രതിസന്ധി വന്നാലും, എന്ത് പ്രതിസന്ധി, ഇനി ലോകം മുഴുവനുള്ളവർ എനിക്ക് നെഗറ്റീവായിട്ട് വീഡിയോ ഇട്ട് എന്നെ ആക്ഷേപിച്ചെന്ന് പറഞ്ഞാലും രേണു സുധിയുടെ കുടുംബത്തെ ചേർത്ത് നിർത്താൻ, പ്രാർത്ഥനയിൽ ചേർത്ത് നിർത്തി, അവരുടെ വേദനയിലും ദുഃഖത്തിലും സങ്കടത്തിലും അവരെ ചേർത്ത് നിർത്തി അവരോടൊപ്പം തന്നെ ആത്മീയമായിട്ടുള്ള ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ തന്നെയാണ് ഞാൻ ദൈവം മുമ്പിൽ എടുക്കുന്നതായിട്ടുള്ള ഒരു തീരുമാനവും ഒരു ആഗ്രഹവും. കാരണം ഇപ്പോൾ രേണു സുധി ക്യാൻസറിൻ്റെതായിട്ടുള്ള രോഗത്തിൽ കഷ്ടപ്പെട്ട് രോഗക്കിടക്കയിലായിരിക്കുന്ന ഒരു വാത്സല്യ സഹോദരിയായിട്ട് എനിക്ക് അവരോട് വളരെയധികം മനസ്സലിവും ദൈവം ഇപ്പോഴുണ്ട്. ആദ്യകാലങ്ങളിൽ പല പ്രയാസങ്ങൾ സോഷ്യൽ മീഡിയ വഴി ഞാനും രേണു സുധിയും തമ്മിൽ ഉണ്ടായി. അതെല്ലാം അവസാനിച്ചിരിക്കുകയാണ്. കാലങ്ങളായിട്ട് അത് ഞങ്ങൾ ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം പരസ്പര സ്നേഹത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ പരസ്പരം പൊരുത്തപ്പെട്ട്, മാനസികമായിട്ടും ആത്മീകമായിട്ടും പൊരുത്തപ്പെട്ട് ഇപ്പോൾ പ്രാർത്ഥനയിൽ ആ കുടുംബവും ഞങ്ങൾ ഒരുമിച്ച് മുൻപോട്ട് പോകുന്നുണ്ട്. കുശുമ്പ് സഹിക്കാൻ വയ്യാത്ത ഒരു വിഭാഗം ആൾക്കാർ ഇതിനെ കണ്ടന്റ് ആക്കി വിറ്റ് കാശുണ്ടാക്കുന്ന അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിയമത്തിന്റെ വഴിയെ ഞാൻ നീങ്ങിയിട്ടുണ്ട്. ചിലർക്ക് എഗനസ്റ്റ് ആയിട്ട് ഞാൻ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ബഹുമാനപ്പെട്ട കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്കും എല്ലാം ഞാൻ പരാതി നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അവരുടൻ തന്നെ അതിന്റെ നടപടികളുമായിട്ട് വരുന്നതായിരിക്കും. എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ, ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോകൂ. എന്നെയും രേണു സുധിയുടെ കുടുംബത്തെയും തമ്മിൽ അകറ്റാൻ നിങ്ങൾ ശ്രമിച്ചെന്നോർത്ത് നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഇനി എത്ര വോയിസ് ക്ലിപ്പ് ഇട്ടാലും, എന്തെല്ലാം വീഡിയോ ഇട്ടാലും, വോയിസ് ക്ലിപ്പ് ഇട്ടാലും നിങ്ങളുടെ ആ പരിപ്പ് വേഗത്തില്ലെന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് ഈ വോയിസിലൂടെ സിസ്റ്റർ സജീനയുടെ പ്രേക്ഷകരോട് ഞാൻ പറയുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് അവരോട്, ഈ എതിരിടുന്നവരോട് നിയമം വഴി പോരാടാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവരോട് അല്ലാതെ വാഗൊണ്ടോ തിരിച്ചൊരു മറുപടിയായിട്ട് ഒന്നുമില്ല. നിയമം വഴി തന്നെ അവർക്കെതിരായിട്ട് മുന്നോട്ട് പോകും. കാരണം പേഴ്സണലി സംസാരിച്ചിരിക്കുന്ന വോയിസ് എടുത്ത് അത് വേറെ വ്ളോഗേഴ്സിന് അയച്ചു കൊടുത്ത് എന്നെ വിറ്റ് അപമാനിക്കുന്ന ഈ വ്ളോഗർമാരോട് നിയമം വഴി തന്നെ പോകാനാണ് എന്റെ തീരുമാനം. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്. എന്റെ സാഹചര്യത്തിൽ എനിക്ക് പറയാൻ, കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ അനുഭവിച്ചതും എന്നെ ഇപ്പോൾ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില ആൾക്കാരുണ്ട്, മാനസികമായി പീഡിപ്പിക്കുന്ന ചില ആൾക്കാരുണ്ട്. അവരെ പറ്റിയുള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തിൽ ഞാൻ പറയേണ്ട ദിവസങ്ങളിൽ എല്ലാം കൃത്യമായി തന്നെ ഞാൻ പറയുകയും എന്റെ വേദനകളും എന്റെ ദുഃഖങ്ങളും ഞാൻ പറയുകയും ചെയ്യും. അതിന് യാതൊരു സംശയവുമില്ല. നിങ്ങൾ ഇനി എന്നെ എത്ര വേട്ടയാടിയാലും, രേണു സുധിയുടെ കുടുംബത്തെ എന്നെ വേട്ടയാടിയാലും ഞങ്ങളെ തമ്മിൽ അകറ്റാൻ നിങ്ങൾ നോക്കേണ്ട, അത് നടക്കത്തില്ല. ഞങ്ങൾ ഇനിയും ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് ആ കുടുംബവുമായിട്ട് ചേർന്ന് നിന്ന് രേണു സുധിയുടെ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുമിച്ച് മുൻപോട്ട് പോകാനാണ് തീരുമാനിക്കുന്നത്. ഇത്രേ ഉള്ളൂ സിസ്റ്റർ എനിക്ക് പറയാനുള്ളത്. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ട സാഹചര്യങ്ങൾ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് സോഷ്യൽ മീഡിയയിൽ എനിക്കെതിരെ വന്ന വീഡിയോയെ എടുത്തു വെച്ച് സജീന സിസ്റ്റർ റിയാക്ഷൻ വീഡിയോ ചെയ്തു. അത് എനിക്കും എന്റെ കുടുംബത്തിനും സമൂഹത്തിൽ വളരെ വേദന ഉളവാക്കിയപ്പോൾ നിയമപരമായ കാര്യങ്ങളിലൂടെ പോയെങ്കിലും നാളിതുവരെ ആയിട്ടും സജീന സിസ്റ്റർ എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല കേസ് പിൻവലിക്കാമോ എന്ന്. കാരണം ആ നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. സജീന സിസ്റ്റർ പ്രേക്ഷകരോട് പറയണം, അതെല്ലാം തന്നെ പരസ്പരം ഞങ്ങൾ സംസാരിച്ചു. അവര് വന്നു എന്നോട്, സജീന സിസ്റ്ററിന്റെ വീട്ടിൽ വന്ന് എന്നോട് ക്ഷമ പറഞ്ഞു, എന്റെ കുടുംബത്തിൽ വന്ന് എല്ലാവരോടും സ്നേഹത്തോടെ ബിഹേവ് ചെയ്തു. അങ്ങനെ ഞങ്ങള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ
സോഷ്യൽ മീഡിയ വഴി ഈ കേസിനെ മുറുകി കൊണ്ടുപോയി മുന്നോട്ട് കൊണ്ടുപോയി അത് വലിയ പ്രശ്നമാക്കണമെന്ന് ആഗ്രഹിച്ച ഒരു വിഭാഗം ആൾക്കാരുണ്ടായിരുന്നു. അത് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞ കണ്ടന്റ് ആക്കിയ കുറച്ച് ആൾക്കാരുണ്ട്. അവരൊക്കെ സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ കണ്ടതാണ്, എന്നെ ഇതിനകത്ത് ഒരു ഉപകരണമാക്കി ഉപയോഗിച്ചതാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് പ്രേക്ഷകരോട്, ഈ സജീന വ്ളോഗ്സിലെ സജീന സിസ്റ്ററുമായിട്ട് എനിക്ക് യാതൊരു രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങളോ പിന്നെ മറ്റു രീതിയിലുള്ള പ്രോബ്ലംസോ, അത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അത് നിയമത്തിൻ്റെതായിട്ടുള്ള വഴികളിൽ പോകാൻ ഇടയായിട്ടുണ്ട്. അതിന് ഇന്ന് വരെ സജീന സിസ്റ്ററിനോട് ആവശ്യപ്പെട്ടിട്ടില്ല ഈ കേസ് ഒന്ന് പിൻവലിച്ചു തരാമോന്ന്. കാരണം ആ കേസെല്ലാം അത് തീർച്ചയായിട്ടും ആ കേസിന്റെ വഴിക്ക് തന്നെ പോയിരുന്നു. അതെല്ലാം അവിടെ വെച്ച് തന്നെ കഴിയുകയും ചെയ്തു. ആ കേസും കാര്യങ്ങളെല്ലാം അത് അതിന്റെ വഴിക്ക് തന്നെ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ എന്നെ സോഷ്യൽ മീഡിയയിൽ വലിച്ചു കീറുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക, എന്റെ കാര്യങ്ങളുമായിട്ട് ഞാൻ മുൻപോട്ട് പോകുന്നുണ്ട്. എന്നെ ഉപദ്രവിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ എന്നെ കണ്ടന്റ് ആക്കാതെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് പോവുക എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. അല്ലാതെ ഞാനും ഈ സജീന വ്ളോഗ്സുമായിട്ടൊന്നും യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളില്ല. അതാണ് എനിക്ക് സമൂഹത്തോട് പറയാനായിട്ടുള്ളത്. താങ്ക് യു. അപ്പോ കേട്ടല്ലോ സുഹൃത്തുക്കളെ, ഇതിൽ കൂടുതൽ ആ രണ്ടുപേർക്കും ഒന്നും പറയാനില്ല. ആ അച്ഛനെന്ന ആ നല്ലൊരു മനുഷ്യൻ, അദ്ദേഹത്തെ വിറ്റ് തിന്നുന്ന കുറേ നായിന്റെ മക്കളെയാണ് നമ്മുടെ കേരളത്തിലുള്ളത്. റിയാക്ഷൻ എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാർ. അപ്പൊ അദ്ദേഹത്തിനെ ആ രേണുസുതിയൊക്കെ വിറ്റ് ലക്ഷങ്ങൾ ഉണ്ടാക്കിയ വിദ്വാന്മാരുണ്ട്. ഒന്ന് മനസ്സിലാക്കുക, ഒരല്പം കരുണ കാണിക്കുക. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല കേട്ടോ. ഓക്കേ.